ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മോണിറ്റൈസേഷൻ അപ്ഡേഷനെ കുറിച്ച് പറയാനാണ്. എല്ലാവർക്കും 8ന്റെ പണി കിട്ടും എന്നാണ് തോന്നുന്നത് കേട്ടോ. ആദ്യമൊക്കെ 4000 വാച്ച് അവർ മതിയായിരുന്നല്ലോ. ഇപ്പൊ അത് ഇരട്ടിയാക്കി യൂട്യൂബ് എല്ലാവരും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 4000 വാച്ച് അവറിന് പകരം 8000 വാച്ച് അവർ. ഓരോരുത്തരും 4000 വാച്ച് അവർ ആവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തലയിൽ ഇടുത്തി വീഴും പോലെ അടുത്ത അതിൻ്റെ ഇരട്ടിയായി. പിന്നെ ആദ്യം 10 മില്യൺ മതിയായിരുന്നു ഷോർട്സിന്. അതായത് 90 ഡേയ്സ് കൊണ്ട് 90 ദിവസം കൊണ്ട് 10 മില്യൺ വാച്ച് വ്യൂവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ 10 മില്യൺ കിട്ടിക്കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവുമായിരുന്നു. അപ്പോൾ 4000 വാച്ച് അവർ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ്, അത് ഇപ്പോഴും മാറ്റിയിട്ടില്ല, 1000 സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. 1000 സബ്സ്ക്രൈബേഴ്സും 8000 വാച്ച് അവറും 20 മില്യൺ ഷോർട്ട് വ്യൂസ് ആക്കി. മറ്റേത് 10 മില്യൺ ഷോർട്ട് വ്യൂസ് ആയിരുന്നു 90 ഡേയ്സിൽ. ഇപ്പം 90 ഡേയ്സിൽ 20 മില്യൺ ഷോർട്ട് വ്യൂസ് ആണ്. എല്ലാവർക്കും സന്തോഷമായോ? എല്ലാവർക്കും പണി കിട്ടും. മോണിറ്റൈസേഷൻ ആവാനിരിക്കുന്ന എല്ലാവർക്കുള്ള മൊട്ടം പണിയാണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുമാത്രമല്ല, കുറേ അപ്ഡേഷൻസ് ഉണ്ട്. അപ്പം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പറഞ്ഞത് മോണിറ്റൈസേഷൻ ആവാത്തവർക്കുള്ള കാര്യമല്ലേ, അടുത്ത മോണിറ്റൈസേഷൻ ആയ നമ്മളെ പോലുള്ളവരുടെ കാര്യം. ഞാനൊക്കെ മോണിറ്റൈസ്ഡ് ആയിട്ട് 6 മാസത്തിൽ കൂടുതലായി, 6-7 മാസമായി. റവന്യൂ ഒന്നും ഇതുവരെയായിട്ടും കയറിയിട്ടില്ല. ഈ വർഷം എടുക്കാൻ പറ്റുമോ, ആദ്യത്തെ ഫസ്റ്റ് പേയ്മെന്റ് ഈ വർഷം എടുക്കാൻ പറ്റുമോ അടുത്ത വർഷം എടുക്കാൻ പറ്റുമോ അതൊന്നും അറിയത്തില്ല. പക്ഷെ അതിലുപരി ഇപ്പൊ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാല്, എല്ലാവർക്കും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വന്ന് യൂട്യൂബ് സ്റ്റുഡിയോയിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതായത് ഷോർട്ട് വ്യൂസിൽ 10 മില്യൺ വ്യൂസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലേ നമുക്ക് ക്രിയേറ്റർ പോളിൽ നിന്ന് നമുക്ക് പേയ്മെന്റ് കിട്ടും. അതാണ് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത്, ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. യൂട്യൂബ്, ഞാനിപ്പോ ആലോചിക്കുന്നത് യൂട്യൂബ് നിർത്തിപ്പോണോ അതോ തുടർന്ന് പോണോ. പിന്നെ എന്തായാലും വരുമാനം മാത്രം നോക്കിയിട്ടല്ല, ഇതെൻ്റെ ഒരു പാഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പേയ്മെന്റ് നോക്കി നമ്മൾ യൂട്യൂബിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യണം, അത്രയും സമയം ഇതിൽ ഇൻവോൾവ് ആവണം. അത്രയും സമയമൊന്നും എനിക്കില്ല, ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അത്രയും സമയം യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യാൻ എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ബാക്കിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ കുറേ ദിവസമായി. അതുകൊണ്ടാണ് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോഴാണ് ഈ അപ്ഡേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും എല്ലാവരും നന്നായിട്ട്, അതായത് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇരട്ടി ടൈം യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പം എല്ലാവരും നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അതിൻ്റെ തമ്പനെയിൽ ക്ലിക്ക് റേറ്റ് എന്ന് പറയും. അതായത് നമ്മുടെ ഒരു വീഡിയോയുടെ തമ്പനെയിൽ, അതിൻ്റെ അകത്ത കണ്ടന്റ് എന്തോ ആയിക്കോട്ടെ, അപ്പോൾ ഒന്ന് നമ്മളെ വീഡിയോ കണ്ട് ഒരാൾക്കൊന്ന് ക്ലിക്ക് ചെയ്യണം, എന്താണെന്ന് ആകാംക്ഷ വരുത്തണം, എന്താണ് ഇതിനുള്ളിലെന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി വരുത്തണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. പലരും അത് ചെയ്യാറില്ല, ഞാനും ചെയ്യാറില്ലായിരുന്നു. ഈ അടുത്താണ് ഞാൻ തമ്പനെയിലൊക്കെ കുറച്ച് ക്ലാരിറ്റി ഉള്ളത് ചെയ്തു തുടങ്ങിയത്. മുന്നേ ഒന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു. ഒരു തമ്പനെയിൽ കൊടുക്കും, അങ്ങ് പോകും. അപ്പം നമ്മുടെ വീഡിയോസ് ഒന്നും, അതിനകത്തെ കണ്ടന്റ് നല്ലതാണെങ്കിലും വീഡിയോസ് ഒന്നും ആരും ക്ലിക്ക് ചെയ്ത് കാണാറില്ല. അപ്പം നമുക്ക് ക്ലിക്ക് ചെയ്ത് കാണണം.
ആ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയും. CTR കൂടി നിന്നാല് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പേയ്മെന്റ്, അതായത് ഒരു 8-9 മിനിറ്റുള്ള വീഡിയോസ് ഇട്ടാൽ മാത്രമേ അതിൽ ആഡ് കയറുള്ളൂ. യൂട്യൂബ് ആഡ് ഇടുള്ളൂ. ആ ആഡ് കയറിയാൽ മാത്രമേ ആ ആഡിലൂടെയാണ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നത്. മാത്രമല്ല അത്രയും വ്യൂസും വരണം. ലോങ് വീഡിയോക്ക് ഏകദേശം 1K അബവ് വ്യൂസ് വന്നു കഴിഞ്ഞാൽ എത്ര കിട്ടുന്നറിയാമോ? $1 എന്നൊക്കെയാണ് പറയുന്നത്. $1 ഒന്നും കേറത്തില്ല കേട്ടോ. അതിന് യൂട്യൂബ് കട്ട് ചെയ്യും, ആഡ്സെൻസ് കൊടുക്കും. ആഡ് ഇടുന്നവർ അവര് കൊടുക്കും, പക്ഷെ യൂട്യൂബ് അതിന്ന് കട്ട് ചെയ്തിട്ട് എത്ര 50.5 എന്തൊക്കെയാണ് കിട്ടുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നോക്കുമ്പം എനിക്ക് അങ്ങനെയൊക്കെയാണ് കേറുന്നത്. അപ്പൊ നമ്മൾ ഏതുവരെയാണ് പറഞ്ഞു നിർത്തിയത്? നമ്മൾ മോണിറ്റൈസ് ആയവരുടെ കാര്യം അല്ലേ? മോണിറ്റൈസ് ആയവരുടെ കാര്യത്തില് യൂട്യൂബ് ഇപ്പൊ എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ടല്ലോ. അതില് പറയുന്ന ഒരു കണ്ടീഷൻ 1000 വാച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കുറയാൻ പാടില്ല. 1000 വാച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നമ്മുടെ പിന്നെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടായി പോകും. അല്ല, കട്ടായി പോകത്തില്ല, ഇൻആക്റ്റീവ് ആവും. അപ്പം പേയ്മെന്റ് മോണിറ്റൈസേഷൻ കട്ടായി പോകുന്നതിന് തുല്യം തന്നെയാണ് ഇൻആക്റ്റീവായി. പിന്നെ അത് ആക്റ്റീവ് ആക്കണമെങ്കിൽ വേറെ 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതെന്തെന്നൊക്കെ അല്ലേ? ഒന്ന്, നമ്മള് 1000 വാച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ 19 ഡേയ്സിൽ 1 മില്യൺ, ലാസ്റ്റ് 19 ഡേയ്സിൽ 1 മില്യൺ, അല്ലെങ്കിൽ ഒരു വർഷം, അതായത് 360 ദിവസത്തില് 1000 വാച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ. അല്ലെങ്കിൽ അടുത്തൊരു കണ്ടീഷൻ ഉണ്ട്. അത് പിന്നെ ഇത് രണ്ടും നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 2 ലോങ് വീഡിയോ എങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്തേ പറ്റൂ. 2 ലോങ് വീഡിയോ, 5 ഷോർട്ട് വീഡിയോ. അതായത് നമ്മളെ ഇതൊന്നും നോക്കണ്ട, നമ്മൾ ആക്റ്റീവ് ആയിരുന്നാൽ മതി. നമ്മൾ യൂട്യൂബിൽ അങ്ങ് ആക്റ്റീവ് ആയിരുന്നാൽ മതി. കുറെ ദിവസം നമ്മൾ വീഡിയോ ഇട്ട്, കുറെ ദിവസം ഇട്ടില്ല, കുറെ ദിവസം നമ്മുടെ യാതൊരു വിവരവും യൂട്യൂബിനില്ല, പിന്നീട് നമ്മൾ കുറെ ദിവസം കഴിഞ്ഞ് വന്ന് വീഡിയോസ് ഇടുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ പിന്നെ എന്തോ പറയണ ചാനല് ഇൻആക്റ്റീവ് ആവുന്നത്. നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരുന്ന ഇൻആക്റ്റീവ് ഒന്നും ആവത്തില്ല. പിന്നെ വാച്ച് അവർ, ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് അവർ കയറും. ഇല്ലെങ്കിൽ ലൈവ് ഇട്ടാലും നമുക്ക് വാച്ച് അവർ കയറും. അതുകൊണ്ട് ഈ ഫെബ്രുവരി മുതൽ, 27 ഫെബ്രുവരി മുതൽ ഇതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യും. അതുവരെ നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യില്ല. പക്ഷെ ഫെബ്രുവരി 27 ഫെബ്രുവരി അന്ന് മുതൽ നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും കഴിവിന്റെ പരമാവധി വാച്ച് അവർ ഒപ്പിക്കാനും വീഡിയോസ് ഇടാനും ഒക്കെ ട്രൈ ചെയ്യുക. ഞാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇതോടൊപ്പം ട്രൈ ചെയ്യാണ്. എനിക്കിത് ഈ വീഡിയോ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ എനിക്ക്. അപ്പോൾ 90 ഡേയ്സിൽ ഒരു 2 ലോങ് വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ 5 ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കണം. എന്നാലേ മോണിറ്റൈസേഷൻ നിലനിർത്തി പോകാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, വേറെ ഒന്നും ഇതിൽ വറിയാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ യൂട്യൂബിൽ എന്നും വീഡിയോസ് ഇടുക, ലോങ് വീഡിയോ ഇടാൻ പറ്റുമ്പോൾ ലോങ് വീഡിയോ ഇടുക, ഷോർട്ട് വീഡിയോ എന്നും ഇട്ടുകൊണ്ടിരിക്കുക, ആക്റ്റീവ് ആയിരിക്കുക, ലൈവ് നടത്തുക. പിന്നെ വാച്ച് അവർ ഇപ്പൊ കയറിക്കോളും, ലൈവ് നടത്തിയ വാച്ച് അവർ കയറും. പിന്നെ ലോങ് വീഡിയോ ഒന്നും നമ്മുടെ ഒന്നും കൂടുതൽ കയറുവാണെങ്കിൽ വാച്ച് അവർ കയറും, ഇല്ലെങ്കിൽ വാച്ച് അവർ ഒന്നും കയറത്തില്ല. മാക്സിമം ആക്റ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക. ഇൻആക്റ്റീവായി നമ്മുടെ ചാനൽ ഇൻആക്റ്റീവായി പോവാതിരിക്കും. കാരണം നമ്മളെല്ലാവരും കുറേ കഷ്ടപ്പെട്ടിട്ടല്ലേ ചാനൽ ഒന്ന് വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ അത് ഇൻആക്റ്റീവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ. അപ്പം
അതുകൊണ്ട് എല്ലാവരും ആക്റ്റീവായിരിക്കാൻ ശ്രമിക്കുക. ഞാനും ഇനി ശ്രമിക്കുകയാണ്. ഈ അപ്ഡേഷൻ അറിഞ്ഞതോടുകൂടി എനിക്കും ഒരു ഇത് വന്നു. ഞാൻ ഇടയ്ക്കൊന്ന് പിറകിലോട്ട് വന്നു. ഇനി കൂടുതൽ ആക്റ്റീവ് ആവണം. എന്തായാലും ഇതൊക്കെയാണ് അപ്ഡേഷൻ. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോ എല്ലാവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.